നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോവിഷീൽഡ് വാക്സിൻ ബഹ്റൈനിൽ രണ്ടാം ഡോസിന്റെ കാലയളവ് നീട്ടി. ബഹ്റൈനിൽ കോവിഷീൽഡ് ആസ്ട്രസെനേക്ക വാക്സിൻ നൽകാനുള്ള കാലയളവിൽ മാറ്റം വരുത്തി. രണ്ടാമത്തെ ഡോസ് നൽകുന്നത് 4 ആഴ്ചയ്ക്ക് ശേഷം എന്നത് 8 ആഴ്ചയ്ക്ക് ശേഷം എന്നാക്കി. പൊതുജനാരോഗ്യ കാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മറിയം ഇബ്രാഹിം അൽ ഹാജിരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രണ്ടാമത്തെ ഡോസ് 8 ആഴ്ച കഴിഞ്ഞ് നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് പഠനങ്ങളിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലോകാരോഗ്യ സംഘടനയും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, ബി അവെയർ ആപ്പ് എന്നിവ വഴി വാക്സിൻ രജിസ്റ്റർ ചെയ്യാം. വാണിജ്യ വ്യാവസായിക മേഖലകളിലെ ആരോഗ്യ നടപടിക്രമങ്ങളും പൊതു മെഡിക്കൽ കൺസൾട്ടേഷൻ ഫീസും 3 മാസത്തേക്ക് നീട്ടി ബഹ്റൈൻ. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ സർക്കാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊറോണ വൈറസിനെ നേരിടുന്നതിനുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകൾക്കൊപ്പം ആരോഗ്യ മന്ത്രാലയം കോവിഡ്-19 മുൻകരുതൽ നടപടികൾ 3 മാസത്തേക്ക് കൂടി നീട്ടി. തീരുമാനപ്രകാരം വാണിജ്യ വ്യാവസായിക മേഖലകളിലെ ആരോഗ്യ നടപടിക്രമങ്ങൾ, സാമൂഹിക അകലം പാലിക്കൽ സംബന്ധിച്ച തീരുമാനം, ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടവ എന്നിവയെല്ലാം 3 മാസത്തേക്ക് കൂടി നീട്ടി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിചരിക്കപ്പെടുന്ന വിദേശികൾക്കുള്ള സേവന ഫീസും ബഹ്റൈൻ പൗരൻ അല്ലാത്തവർക്കുള്ള പൊതു മെഡിക്കൽ കൺസൾട്ടേഷൻ ഫീസും 3 മാസത്തേക്ക് കൂടി നീട്ടി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വിദേശത്തു നിന്നെത്തുന്നവർക്ക് RT-PCR പരിശോധന സൗജന്യമാക്കുമെന്ന ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പ്രഖ്യാപനം പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയായി. കേരള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രവാസ ലോകം. വിദേശത്ത് നിന്ന് കേരളത്തിൽ എത്തുന്നവർക്ക് RT-PCR ടെസ്റ്റ് സൗജന്യമായി നൽകുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ. പ്രവാസികളുടെ ഇന്നത്തെ പ്രയാസം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമത്തിന്റെ ഭാഗമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോവിഡ് ടെസ്റ്റ് നിരക്ക് സ്വന്തം നിലയിൽ വഹിക്കാൻ തീരുമാനിച്ച കേരള സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ ആഗ്രഹിച്ചതുപോലെയുള്ള തീരുമാനം എടുത്തത് അഭിമാനകരമാണെന്നും വിവിധ മലയാളി സംഘടനകൾ നടത്തിയ ഇടപെടലിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ തന്നെ തുടർഭരണത്തിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണ കിട്ടുമെന്ന് ഈ തീരുമാനത്തിലൂടെ ബോധ്യമായി. ഏപ്രിൽ 6 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ പരാതികൾ കേൾക്കാനും പരിഹാരം കാണാനും ഇന്ത്യൻ എംബസി നടത്തിയ വിർച്വൽ ഓപ്പൺ ഹൌസിൽ സജീവ പങ്കാളിത്തം. പ്രവാസികളുടെ തൊഴിൽ, കോൺസുലാർ പരാതികൾ ഓപ്പൺ ഹൌസിലെത്തി. ചില പരാതികളിൽ ഉടൻ തന്നെ തീരുമാനവുമുണ്ടായി. കൂടുതൽ രേഖകളും വിശദാംശങ്ങളും ആവശ്യമായ പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. കഴിയുന്നത്ര വേഗത്തിൽ ഈ പരാതികളിൽ പരിഹാരമുണ്ടാക്കുമെന്ന് അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ അറിയിച്ചു. കോവിഡ് കാലത്ത് ഇന്ത്യൻ സമൂഹം നേരിട്ട പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ബഹ്റൈൻ ഭരണാധികാരികൾ നൽകിയ സഹകരണത്തെ അംബാസിഡർ അഭിനന്ദിച്ചു. ബഹ്റൈൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മുൻകരുതൽ നടപടികൾ കൃത്യമായി പാലിക്കാനും കോവിഡ് വാക്സിൻ സ്വീകരിക്കാനും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. കോവിഡ് നേരിടാനുള്ള ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ സംഭാവനകൾ അദ്ദേഹം വിവരിച്ചു. ഇതിനകം 25-ലധികം രാജ്യങ്ങൾക്ക് 25 മില്യൺ മെയ്ഡ് ഇൻ ഇന്ത്യ കോവിഡ് വാക്സിൻ ഇന്ത്യ നൽകിക്കഴിഞ്ഞു. കൂടുതൽ വാക്സിൻ നൽകാനുള്ള ഒരുക്കത്തിലുമാണ്. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ, യാത്രാ സംബന്ധമായ അറിയിപ്പുകൾ എന്നിവയ്ക്ക് എംബസിയുടെ വെബ്സൈറ്റും സമൂഹമാധ്യമ അക്കൗണ്ടുകളും സ്ഥിരമായി സന്ദർശിക്കണമെന്നും അംബാസഡർ പറഞ്ഞു. ഗോസിക്ക് ISO സർട്ടിഫിക്കറ്റ്. പരാതികൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ISO 10002/2018 നേടി. എല്ലാ ഗോസി വകുപ്പുകളിലും പിന്തുടരുന്ന സിസ്റ്റങ്ങളുടെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഓഡിറ്റ് നടത്തിയ ശേഷമാണ് പരിശോധന, സർട്ടിഫിക്കേഷൻ എന്നിവയിൽ വിദഗ്ധരായ ബ്യൂറോ വെരിറ്റാസ് ISO സർട്ടിഫിക്കറ്റ് നൽകിയത്. ഗുണനിലവാര മാനേജ്മെന്റിൽ ISO 9001/2008 പുറമെ റിസ്ക് മാനേജ്മെന്റിൽ ISO 31000/2009
9 സർട്ടിഫിക്കേഷനും ഇൻഫർമേഷൻ ടെക്നോളജി സുരക്ഷയിലും രഹസ്യാത്മകതയിലും ISO 27001 സർട്ടിഫിക്കേഷനും ഗോസി നേടി. പരാതിക്കാരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും തിരിച്ചറിഞ്ഞ് അവരെ ഉചിതമായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കളുടെ സംതൃപ്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗോസി വക്താക്കൾ പറഞ്ഞു. ഇന്ത്യൻ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ മാൻഹോൾ ദുരന്തത്തിൽ 2 കരാർ സ്ഥാപന എക്സിക്യൂട്ടീവുകൾക്ക് തടവു ശിക്ഷ. കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ നടന്ന 3 ഇന്ത്യൻ തൊഴിലാളികളുടെ മരണത്തിന് കാരണമായ മാൻഹോൾ ദുരന്തത്തിൽ സ്വകാര്യ കരാർ സ്ഥാപനത്തിലെ 2 കമ്പനി എക്സിക്യൂട്ടീവുകൾക്ക് തടവ് ശിക്ഷ. ലോവർ ക്രിമിനൽ കോടതി കേസിലെ 1-ാം പ്രതിക്ക് 3 വർഷം തടവും 1500 ബഹ്റൈൻ ദിനാർ പിഴയും 2-ാം പ്രതിക്ക് 2 വർഷം തടവും വിധിച്ചു. ഇവരുടെ പദവികൾ പബ്ലിക് പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തിയിട്ടില്ല. കേസിലെ 3-ാമത്തെ പ്രതിയായ ഒക്യുപേഷണൽ സേഫ്റ്റി ഓഫീസർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം നവംബർ 16-ന് ബുദയ്യ ഹൈവേയിൽ ഉണ്ടായ മാൻഹോൾ ദുരന്തത്തിൽ ദേബാശിഷ് സാഹു, മുഹമ്മദ് തൗസീഫ് ഖാൻ, രാകേഷ് കുമാർ യാദവ് എന്നീ ഇന്ത്യൻ തൊഴിലാളികളാണ് ശ്വാസം മുട്ടി മരിച്ചത്. പുലർച്ചെ 4:49-നാണ് ബാനിയം ജംറയിലാണ് ദുരന്തമുണ്ടായത്. 3 മീറ്ററിൽ താഴെയുള്ള മാൻഹോളിനുള്ളിൽ ഉയർന്ന അളവിലുണ്ടായിരുന്ന മീഥെയ്ൻ വാതകമാണ് മരണകാരണം. അമ്മമാർക്കും ഗർഭിണികൾക്കുമുള്ള COVID-19 വാക്സിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കുമുള്ള COVID-19 വാക്സിനേഷന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സിനോഫാം, ഫൈസർ ബയോടെക് വാക്സിനുകൾ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മറിയം അൽ ഹാജേരി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടനയും WHO-യും US സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും നൽകിയ എല്ലാ ശുപാർശകളും പഠിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്ന് അണ്ടർ സെക്രട്ടറി പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, ബി അവെയർ ആപ്പ് എന്നിവ വഴി വാക്സിൻ രജിസ്റ്റർ ചെയ്തു. ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് പ്രതിരോധ വാക്സിൻ അടിയന്തര ഘട്ടത്തിൽ ബഹ്റൈനിൽ ഉപയോഗിക്കുന്നതിന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അനുമതി നൽകി. ഫൈസർ, സിനോഫാം, കോവിഷീൽഡ്, ആസ്ട്രാസെനേക്ക, സ്പുട്നിക് എന്നിവ ഉപയോഗിക്കുന്നതിന് നേരത്തെ അനുമതി നൽകിയിരുന്നു. പരീക്ഷണത്തിൽ ജോൺസൺ ആൻഡ് ജോൺസൺ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഇതിന് ഉടനെ അനുമതി ലഭിക്കുമെന്നും കരുതുന്നു. അതേസമയം ജോൺസൺ ആൻഡ് ജോൺസൺ നിർമ്മിച്ച ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ഫലപ്രദമാണെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിലയിരുത്തിയിരുന്നു. ബഹ്റൈനിൽ 632 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. ഫെബ്രുവരി 26-ന് 24 മണിക്കൂറിനിടെ 14,310 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 229 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 390 പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും 13 പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത്. ഇതോടെ നിലവിൽ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,886 ചികിത്സയിലുള്ളവരിൽ 71 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. 4.42% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 667 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1,13,799 ഉയർന്നു. ഇന്നലെ മരണപ്പെട്ട 3 പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 442. ആകെ 30,64,160 പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ്. ആകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 2,92,917 ഉയർന്നിട്ടുണ്ട്. പ്രവാസികളുടെ കോവിഡ് പരിശോധന സൗജന്യമാക്കിയ LDF സർക്കാർ നടപടി സ്വാഗതാർഹം. ബഹ്റൈൻ പ്രതിഭ. പ്രവാസികൾക്ക് കേരളത്തിലെ വിമാനത്താവളത്തിൽ RT-PCR കോവിഡ് ടെസ്റ്റ് സൗജന്യമാക്കിയ കേരള സർക്കാർ നടപടിയെ ബഹ്റൈൻ പ്രതിഭ സ്വാഗതം ചെയ്തു. പ്രതിസന്ധി കാലത്ത് പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവാസി സമൂഹത്തോടുള്ള പ്രതിബദ്ധത
പിണറായി സർക്കാർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രതിഭ പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടെയും ഇറങ്ങുന്ന വിമാനത്താവളത്തിലും കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിരുന്നു. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ആകെ വിമാനത്താവളങ്ങളിലെ കോവിഡ് പരിശോധന കേന്ദ്ര സർക്കാർ സ്വകാര്യ ഏജൻസികൾക്കാണ് നൽകിയത്. ഇത് പ്രകാരം അതത് സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ഏജൻസികൾ നിശ്ചയിച്ച പണമാണ് ചാർജായി ഈടാക്കുന്നത്. കേരളത്തിൽ 4 തവണയായി സ്വകാര്യ മേഖലയിലെ പരിശോധനാ നിരക്ക് 2750 രൂപയിൽ നിന്ന് 1500 ആയി സംസ്ഥാന സർക്കാർ കുറച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കോവിഡ് പരിശോധനാ നിരക്ക് 1700 രൂപയാണ്. ഇതാണ് വിമാനത്താവളങ്ങളിൽ ഏജൻസികൾ ഈടാക്കിയിരുന്നത്. എന്നാൽ പ്രവാസികൾക്ക് ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതായി പ്രതിഭ ഉൾപ്പെടെയുള്ള പ്രവാസ സംഘടനകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ സംസ്ഥാന സർക്കാർ പരിശോധന സൗജന്യമാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതായിട്ടുകൂടി പ്രവാസികൾക്ക് കൈത്താങ്ങാകുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. ഇടതുപക്ഷം ജനപക്ഷം എന്ന നിലപാടാണ് ഇപ്പോൾ അന്വർത്ഥമായത്. ഈ തീരുമാനമെടുത്ത സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ലെന്നും യാത്രാ നിയന്ത്രണം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയവരും കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുമായി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ദുരിതത്തിൽ കഴിയുന്ന നിരവധി പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് LDF സർക്കാരിന്റെ തീരുമാനമെന്നും പ്രതിഭ സെക്രട്ടറി NV ലിവിൻ കുമാറും പ്രസിഡന്റ് KM സതീഷും പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവാസികൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു ഇളവും നൽകിയിട്ടില്ല. പിഞ്ചുകുട്ടികൾക്കു പോലും പരിശോധന നിർബന്ധമാണ്. പ്രവാസികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മലയാളിയായ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ ഇക്കാര്യത്തിൽ പ്രവാസികളെ പരിഹസിക്കുകയായിരുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും പ്രതിഭ ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു. ICF ഇസ ടൗൺ സെൻട്രൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. പൊതുജന ആരോഗ്യ രംഗം ഭീഷണി നേരിടുന്ന വർത്തമാനകാലത്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ ടൗൺ ICF അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടപ്പിൽ വരുത്തുന്ന 8 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. 26/2/2021 വെള്ളിയാഴ്ച കാലത്ത് അൽ ഹിലാൽ മനാമ ഹോസ്പിറ്റലിൽ തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പ് ICF ബഹ്റൈൻ നാഷണൽ ദഅവ പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സംഘടനാ സെക്രട്ടറി ഷാനവാസ് മദനി, അൽ ഹിലാൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ലാൽ കൊല്ലം, ICF സെൻട്രൽ പ്രസിഡന്റ് നിസാമുദ്ദീൻ മദനി, യൂനുസ് അമാനി, അബ്ബാസ് മണ്ണാർക്കാട് എന്നിവർ സംബന്ധിച്ചു. കിഡ്നി, ലിവർ തുടങ്ങി വിവിധ ആന്തരിക അവയവങ്ങളുടെ ടെസ്റ്റുകൾ നടത്തി ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന വിവിധ ഡോക്ടർമാരിൽ താൽപ്പര്യമുള്ള ഡോക്ടറുടെ നിർദ്ദേശം കൂടി ലഭിക്കുന്ന മെഡിക്കൽ ക്യാമ്പിനാണ് ICF തുടക്കം കുറിച്ചിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ 30 പേർക്കാണ് ഓരോ ദിവസവും കാലത്ത് 8:30 മുതൽ വൈകുന്നേരം 8:30 ഇടയിലുള്ള സമയത്ത് അവസരം ലഭിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് സെൻട്രൽ സെക്രട്ടറി നിസാർ എടപ്പാൾ സ്വാഗതവും നന്ദിയും പറഞ്ഞു. 5/3/2021 വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും.